എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത വിവരം എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടില്ലെങ്കിലും ചില മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ഡോക്ടർക്കെതിരായിട്ട് അവിടെ ചികിത്സക്കെത്തിയ ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചന്ദേര പോലീസ് ഡോക്ടർ കുഞ്ഞബ്ദുള്ളക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആർക്കെതിരെ വന്നാലും അങ്ങനെ ഒരു പരാതി എത്തിയ ഉടനെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം കൃത്യമായ അന്വേഷണവും അതുപോലെ തന്നെ മൊഴിയുടെ സാധ്യതയും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായ തെളിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കേസ് അറസ്റ്റിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും അത് മുന്നോട്ട് പോവുക. അതാണ് പൊതുവായിട്ട് ഇത്തരം വിഷയങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം. ചന്ദേരയിൽ കുഞ്ഞബ്ദുള്ള ഡോക്ടർക്കെതിരായിട്ട് നടന്നത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരി. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫെബ്രുവരി മാസത്തില്, ഡേറ്റ് കൃത്യമായിട്ട് അത് ക്ലാരിഫൈ ചെയ്ത ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി മാസത്തിൽ ഈ കുട്ടി അമ്മയുമായിട്ട് മനസ്സിലാക്കുന്നത്, കുട്ടി ഒറ്റക്ക് പോകില്ലല്ലോ, അവര് ബന്ധുവായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം എന്നാണ് ഇപ്പോൾ കേസിനാസ്പദമായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലായിട്ടുണ്ട്, അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ പരാതിയായിട്ട് വരുമായിരുന്നു. എന്നാൽ ഈ കുട്ടി നമ്മുടെ ഓരോ സ്കൂളുകളിലും കൗൺസിലിംഗ് എന്ന് പറയുന്ന സംവിധാനം പല സ്കൂളിലും ശാസ്ത്രീയമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള കൗൺസിലർമാരുണ്ട്. അത് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അണുകുടുംബമാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന പ്രയാസങ്ങള് വീടുകളിൽ നിന്നുണ്ടാകുന്ന, അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന, സ്കൂളുകളിൽ നിന്നുണ്ടാകുന്ന, കുട്ടികൾ എവിടെയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ആ അനുഭവങ്ങള് കുട്ടികളെ സ്വാധീനിക്കും. അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കൗൺസിലിംഗ് നടക്കുന്നത്. അങ്ങനെ റൊട്ടീനായിട്ട് നടക്കുന്ന ഒരു കൗൺസിലിംഗില് ഈ കുട്ടിയെ കൗൺസിലർ ചോദിച്ചു, എല്ലാ കുട്ടിയോട് ചോദിച്ച സമയത്ത് ഈ കുട്ടി ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു. നമ്മൾക്കറിയാലോ, നമ്മുടെ കുട്ടികള് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. എന്താണ് ശരിയായ ടച്ച് ചെയ്യല്, എന്താണ് മോശമായ ടച്ച് ചെയ്യല് എന്നൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനൊരു അടിസ്ഥാനത്തിലാണ് കൗൺസിലറോട് ഈ വിഷയം പറഞ്ഞത്. ആ വിഷയം കൗൺസിലറോട്, അങ്ങനെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് സ്കൂളിലെ കൗൺസിലറോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം ആ സ്കൂളിലെ മേലധികാരിയോട്, ഹെഡ് മാസ്റ്ററോട്, അതുപോലെ തന്നെ ചൈൽഡ് ലൈനിനോട്. അതാണ് അതിന്റെ റൂട്ട്. ഇത് സ്കൂൾ അധികൃതരോട് പറയണം. സ്കൂൾ അധികൃതർ ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഒന്നും ആലോചിക്കാതെ ചൈൽഡ് ലൈനിനെ വിവരം അറിയിക്കണം. അങ്ങനെ ചൈൽഡ് ലൈനിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തുകയും കേസിലേക്ക് നയിക്കുകയും ചെയ്തത്. ഡോക്ടർ അത് ചെയ്തോ ചെയ്തിട്ടില്ലോ എന്നതൊക്കെ പറയേണ്ടത് അന്വേഷണത്തിലൂടെയാണ്. അതുപോലെ തന്നെ ആ കുട്ടിയാണ്, അതുപോലെ തന്നെ ആ ഡോക്ടറാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിലവിൽ ഡോക്ടർ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണ്, അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന് ഡോക്ടർ എന്നോ എഞ്ചിനീയർ എന്നോ മന്ത്രി എന്നോ അതുപോലെ തന്നെ ആരെന്നോ സാധാരണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ല. ഇത്തരം പരാതി വന്നാൽ കേസ് വരും, കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികള് വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നതാണ്. ഒരു ഡോക്ടറെ പരിശോധിക്കാൻ വന്ന സമയത്ത് ഈ കുട്ടി എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്നതൊക്കെ പറയേണ്ടത് കുട്ടിയും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ കുഞ്ഞബ്ദുള്ള ഡോക്ടറുമാണ്. അത് വിധി കൽപ്പിക്കാൻ നമ്മളാരും അതിന് അർഹരല്ല. അവര് പറയട്ടെ, അതിൽ വസ്തുതയുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, ഒരു സംശയവുമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടറെ ആശ്രയിക്കുന്ന നമ്മുടെ രോഗികളെ, അതുപോലെ തന്നെ വക്കീലിനെ ആശ്രയിക്കുന്ന, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് വക്കീലിനെ ആശ്രയിക്കുന്നവർക്ക്, അധ്യാപകർക്ക്, ഇവർക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ ധാർമ്മിക നിലവാരം കൂടുതൽ ഉയർന്നതായിരിക്കണം. അവർ തെറ്റ് ചെയ്താൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ന കാര്യം ഇവിടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്.
ഈ വിഷയത്തെ ആ രീതിയിൽ സമീപിക്കണം. കുഞ്ഞബ്ദുള്ള ഇതിലേക്ക് പച്ചവെളിച്ചം വന്നത് കാരണം ഇത് പയ്യന്നൂരിലെ വിഷയങ്ങളാണ് പച്ചവെളിച്ചം പൊതുവെ എടുക്കുന്നത്. പയ്യന്നൂരിലെ ശരത് നമ്പ്യാരുടെ വിഷയം വളരെ ശക്തമായിട്ട് പച്ചവെളിച്ചം പറയുന്ന സമയത്ത് ഈ വിഷയം മറ്റു മാധ്യമങ്ങളിലൊന്നും വന്നില്ലെങ്കിൽ പോലും ചില മാധ്യമങ്ങളിൽ വിഷ്വൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ പച്ചവെളിച്ചത്തിന് നിലപാട് പച്ചവെളിച്ചം പറഞ്ഞേക്കാം. ഒരു സ്ത്രീ പീഡകനെയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒരു തരത്തിൽ പിന്തുണക്കാൻ പച്ചവെളിച്ചം തയ്യാറല്ല. അതിന് മുഖമില്ല. അത് കുഞ്ഞബ്ദുള്ള ആയാലും വേണ്ടിയില്ല, ശരത് നമ്പ്യാരായാലും വേണ്ടിയില്ല. അവരതിന് നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അവർ പോയാൽ, ഇത്തരം പ്രവർത്തികൾ അവർ ഏർപ്പെട്ട് എന്ന് നിയമ സംവിധാനം പറഞ്ഞാൽ അത് പറയാൻ ഇവിടെ ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ചം അത് പറയും. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. വേറൊരു കാര്യം കൂടെ, നമ്മൾ വീഡിയോ നീട്ടുന്നില്ല. ശരത് നമ്പ്യാരുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം ശക്തമായി നിലപാട് സ്വീകരിച്ചത് പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ്. ഇതിനോട് ആരോടും ഈ വിഷയത്തില് ശരത് നമ്പ്യാരോടെന്നല്ല ആരോടും ഒരു പ്രത്യേക അജണ്ട വെച്ച് പെരുമാറാൻ പച്ചവെളിച്ചത്തിന് താല്പര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ അത്തരം വ്യാഖ്യാനങ്ങളിൽ ഒന്നും പ്രകോപിതനാവുകയോ അതുപോലെ തന്നെ ഇപ്പം പല ആൾക്കാർ കള്ള പ്രൊഫൈലായിട്ട് വന്നിട്ട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നാട്ടുകാർക്കറിയാം, എനക്കറിയാം. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഇന്ന് വേറെ ഒരുത്തൻ പച്ചവെളിച്ചം എന്ന് പറയുന്ന വിനോദ് സുഹൃതം എന്ന് പറയുന്ന ഒരുത്തനെതിരായിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പച്ചവെളിച്ചം എന്ന് പറയുന്നത് ഒരു തീവ്രവാദി ചാനലാണ്, അതിനെ റിപ്പോർട്ട് ചെയ്യണം എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അതിലൊന്നും മടിച്ചേക്കാൻ വേണ്ടി പാടില്ല. ഞാൻ ശരത് നമ്പ്യാരുടെ വിഷയത്തിൽ എടുത്ത സമീപനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പരാതിക്കാരൊക്കെ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിയമപരമായിട്ട് പോകണം. ഭീഷണി അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചും വരും എന്ന കാര്യം പറയാം. കാരണം നമ്മുടെ സമൂഹത്തില് നിയമമുണ്ട്. കാരണം നമ്മൾക്ക് ആർക്കും തൊടാൻ വേണ്ടി പറ്റാത്ത ഒരു വ്യക്തിയാണ് പോലീസ് സ്റ്റേഷനിൽ വീടിലേക്ക് പോകുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ തന്റെ അച്ഛന്റെ ഒക്കെ രാഷ്ട്രീയ സ്വാധീനം അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊക്കെ കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പലപ്പോഴായിട്ട് ശരത് നമ്പ്യാർ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് പോയത്. അതിനൊക്കെ അങ്ങനെയുള്ള ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരത് നമ്പ്യാർ എവിടെ പോയത്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയത്. ആ സമയത്താണ് നമ്മൾ ഈ വിഷയമാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യാം, ഒളിവിൽ പോവാം, മുൻകൂർ ജാമ്യം നോക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, ശരത് നമ്പ്യാരെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തിയത് ഒന്ന് അദ്ദേഹത്തിന്റെ ചെയ്തിയാണ്, രണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ള കൂട്ടാളികള് നടത്തിയിട്ടുള്ള ഈ എരയുടെയും കുടുംബത്തിന്റെയും CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് അതുപോലെ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ മാഫിയ തലവന്മാരായ ആളുകള് റിയൽ എസ്റ്റേറ്റുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും എരയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഒക്കെയാണ് ശരത് നമ്പ്യാരെ കൂടുതൽ അപകടപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ പ്രോസിക്യൂഷൻ ശരിയായ രീതിയിൽ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരത് നമ്പ്യാരുടെ ജാമ്യത്തിന്റെ കാര്യത്തിലും ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഇവരൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. കാരണം ആവേശത്തിൽ ചില തരുണിമണികളൊക്കെ വളരെ കാര്യമായിട്ട് കിടന്ന് കരയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല ഗ്രൂപ്പുകളിലും ചില തരുണിമണികളും അതുപോലെ തന്നെ ഇതേ നിലവാരമുള്ള ശരത്തിന്റെ കൂട്ടാളികളും അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ പച്ചവെളിച്ചത്തിനെതിരായിട്ട് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും മറ്റു ഗ്രൂപ്പുകളിൽ നടത്തുന്ന അധിക്ഷേപങ്ങള് വാക്കുകളിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പച്ചവെളിച്ചത്തിന് അയച്ചു തരുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിയണം. ഇതൊക്കെ നിങ്ങളെ അപകടത്തിലേക്കാക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സ്ത്രീകള്, അവർക്ക് പലരും പെൺമക്കളുള്ള സ്ത്രീകളാണ് നവമാധ്യമങ്ങളിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടത്. ഒന്ന്, അവരുടെ മാനസിക തലം എന്താണെന്ന് ആ കുടുംബം പരിശോധിക്കണം, നാട് പരിശോധിക്കണം. ഒന്നിക്കൽ ആ നിലവാരത്തിൽ നിന്നാണ് അതൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് ശരത് നമ്പ്യാരെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. അദ്ദേഹം എന്തോ വലിയ പുണ്യാളനാണ്, നല്ല മനുഷ്യനാണ്, ചിരിക്കുന്നതെല്ലാം നല്ലവരാണ്, ചിരിക്കാത്തവര് മുഖത്ത് നോക്കി അഭിപ്രായം പറയുന്നവരൊക്കെ മോശമാണ് എന്നുള്ള ഒരു മാനസിക തലം നമ്മുടെ നാട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്. അവർ അത് വെച്ചു പുലർത്തുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ ആക്രമണത്തിലേക്ക് നിലവിൽ പോകാത്തത്
മൊത്തത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ്, എന്റെ കാര്യങ്ങളല്ല, മൊത്തത്തിൽ ഒരു പ്രയാസത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഈ ജയിലിൽ കിടക്കുന്ന അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് പ്രായമായ അച്ഛനുണ്ട് എന്നൊക്കെ കൊണ്ടാണ്. അദ്ദേഹത്തിനോട് ഒരു യോജിപ്പും രാഷ്ട്രീയപരമായിട്ടും മറ്റുമില്ലാത്ത ആള് തന്നെയാണ് ഞാൻ എന്ന കാര്യവും ഒരു തർക്കവും വേണ്ട. അദ്ദേഹം പലപ്പോഴും ഈ അടുത്ത കാലത്ത് വരെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് പോലും നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിലവിലുള്ള ഒരു അവസ്ഥ നമുക്ക് ദുഃഖകരമാണെങ്കിലും അദ്ദേഹത്തിനും മക്കളെ ഈ രീതിയിലേക്ക് രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹവും ശ്രദ്ധിക്കണമായിരുന്നു. തന്റെ മക്കൾ എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച്, നാട്ടിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കൊടുക്കലും വാങ്ങലും നടത്തിയിട്ടുള്ള നാരായണൻകുട്ടി എന്ന് പറയുന്ന ഈ പയ്യന്നൂരിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് ആ ഒരു ധാരണ വേണമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ ഒരു പെസക് ഉണ്ട് എന്ന കാര്യവും നമ്മൾ സംസാരിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഇവിടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വന്നിട്ട് പറയാനുള്ള പച്ചവെളിച്ചം ഉദ്ദേശിക്കുന്നത്, പച്ചവെളിച്ചം ഈ വിഷയത്തിലെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കും. ഈ വിഷയത്തിൽ ഒരാള് എന്ത് നിലക്ക് വന്നാലും അതിനെ ആ അർത്ഥത്തിൽ നേരിടാൻ വേണ്ടി തയ്യാറാണ്. ഒന്നും ഇപ്പൊ പല കമന്റൊക്കെ ഇടുന്ന ഞാൻ പൈസ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്, ഇതിലൊന്നും പതറുന്ന ആളല്ല പച്ചരാജീവനും പച്ചവെളിച്ചവും എന്ന് നിങ്ങൾ നല്ലോണം ആലോചിച്ചോ. പൊതുസമൂഹത്തിന് ഒരു ഉറപ്പ് നൽകാൻ വേണ്ടി തയ്യാറാണ്. ഈ മാധ്യമത്തെ നിങ്ങൾ പിന്തുണക്കണം. കാരണം ഈ നമ്മുടെ ഫാസിസം നമ്മളിൽ മറ്റുള്ളവന്റെ അടുക്ക് എത്തി എന്ന് കണ്ടിട്ട് നമ്മൾ അനങ്ങാതിരിക്കാറുണ്ട്. അവനിൽ നേരെ നമ്മളിലേക്ക് എത്തും. ഇവരൊക്കെ ഇന്ന് വേറൊരു കുട്ടിക്കാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടിക്കും ഇതൊക്കെ സംഭവിക്കാം എന്നുള്ള ധാരണ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ ഞരമ്പ് രോഗികളെ നമ്മൾ ഒന്നായിട്ട് എതിർക്കാൻ വേണ്ടി തയ്യാറാവണം. അതിന്റെ മുഖം എന്ന് പറയുന്നത് ഞരമ്പിന്റെ തകരാറാണ് എന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പച്ചവെളിച്ചത്തെ പിന്തുണക്കാൻ വേണ്ടി തയ്യാറാവണം. ഈ വിഷയത്തിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് എതിരാളികൾ ശക്തരാണ് എന്ന് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. അവരിനി എന്ത് കോമ്പത്തിലാളാണെങ്കിലും ഒരു പേടിയും പരവും പച്ചവെളിച്ചത്തിന് ഇതിലില്ല. പക്ഷെ സമൂഹം നല്ല രീതിയിൽ പിന്തുണച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. ആ പിന്തുണ നിലവിൽ ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മുമ്പിലും പിന്നിലും നിന്ന് പച്ചവെളിച്ചത്തെ സംരക്ഷിക്കാൻ, കവചം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട് തയ്യാറാവണം, നമ്മുടെ അമ്മമാർ തയ്യാറാവണം, നമ്മുടെ പെങ്ങന്മാർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. മറ്റു വിശദാംശങ്ങളുമായിട്ടും പിന്നീട് വരാം. ഞരമ്പ് രോഗികളായ ആളുകളൊക്കെ ജാഗ്രത. അതിന് ആണായാലും വേണ്ടിയില്ല, പെണ്ണായാലും വേണ്ടിയില്ല, അവരൊക്കെ ശ്രദ്ധിച്ചോ എന്ന കാര്യം. കിട്ടിയ തെളിവ് അടക്കം പരാതി അടക്കം കിട്ടിയാൽ എല്ലാത്തിന്റെ വാർത്തയും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.